നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്ന് HSA ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് തയ്യാറാക്കിയ MCQ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആൻസർ ഗസ് ചെയ്യുക. അപ്പോൾ എത്ര എണ്ണം കറക്റ്റാക്കിയെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, കിസ്നെ അപ്നി വേദന കോ മധുമൈ പീഡ കഹാ ഹെ? ഓപ്ഷൻസ് മീര, നിരാല, മഹാദേവ് വർമ്മ, വിദ്യാപതി. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി മഹാദേവി വർമ്മയാണ്. അടുത്ത ചോദ്യം, ഹിന്ദി കാ പെഹല ഉപന്യാസ് കിസെ മാനാ ജാത്താ ഹെ? ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു തന്നെ ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. ഓപ്ഷൻ എ ഭാഗ്യവതി, ഓപ്ഷൻ ബി പരീക്ഷാ ഗുരു, ഓപ്ഷൻ സി വാമാ ശിക്ഷക്, ഓപ്ഷൻ ഡി ദേവരാനി ജഠാനി കി കഹാനി. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയാമല്ലോ. ഓപ്ഷൻ ബി പരീക്ഷാ ഗുരു ആണ്. ലാല ശ്രീനിവാസ് ദാസാണ് അതെഴുതിയത്. അടുത്ത ചോദ്യം, പന്ത് കി കിസ് കൃതി പർ ജ്ഞാൻപീഠ് പുരസ്കാർ മില? ഓപ്ഷൻ എ സ്വർണ്ണകിരൺ, ഓപ്ഷൻ ബി ലോകായതൻ, ഓപ്ഷൻ സി ചിദംബര, ഓപ്ഷൻ ഡി കല ഓർ ബൂഡാ ചാന്ദ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചിദംബര. 1968 ഈ അവാർഡ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, കബീർദാസ് की भाषा का रूप है? ऑप्शन ए अवधी, ऑप्शन बी पंचमेल खिचड़ी, ऑप्शन सी खड़ी बोली, ऑप्शन डी मैथिली. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പഞ്ചമേൽ ഖിച്ചടി. ശ്യാം സുന്ദർ ദാസാണ് കബീർദാസിൻ്റെ ഭാഷേനെ പഞ്ചമേൽ ഖിച്ചടി എന്ന് വിളിച്ചത്. 1958 में संगीत नाटक अकादमी से पुरस्कृत മോഹൻ രാകേഷ് കാ നാടക് ഹെ? ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ലഹരോं का राजहंस, आषाढ़ का एक दिन, आधे अधूरे, ഓപ്ഷൻ ഡി ഇസ്മേ സെ കോയി നഹി. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ആഷാഢ് കാ ഏക് ദിനാണ് കറക്റ്റ് ആൻസർ. നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കാളിദാസ്, മല്ലിക, അംബിക എന്നിവരൊക്കെയാണ്. അടുത്ത ചോദ്യം, നിമ്ന में से कौन सा उपन्यास जयशंकर प्रसाद द्वारा रचित नहीं है? ऑप्शंस कंगाल, രസ്വന്തി, തിത്തലി, ഇരാവതി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ രസ്വന്തിയാണ്. അടുത്ത ചോദ്യം, ബിഹാരി കിസ്കെ ദർബാരി കവി थे? ഓപ്ഷൻസ് ജയ്പൂർ നരേഷ് ജയസിംഗ്, ചിത്രകൂട് നരേഷ് രുദ്രദേവ്, ബൂന്ദി നരേഷ് മഹാരാജ ഭാവ് സിംഗ്, ഓപ്ഷൻ ഡി ഇൻമേ സെ കോയി നഹി. കറക്റ്റ് ആൻസർ ജയ്പൂർ നരേഷ് ജയസിംഗ് ആണ്. നമുക്കറിയാം ബിഹാരിയുടെ പ്രമുഖ രചന ബിഹാരി സത്സൈ. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഗാഗർ മേ സാഗർ ബർനെ വാലെ കവി എന്നാണ്. അടുത്ത ചോദ്യം, നിമ്ന में से कौन सी रचना केशवदास से संबंधित नहीं है? ऑप्शंस कविप्रिയ, ശിവഭാവനി, വിജ്ഞാൻ ഗീത, രാമചന്ദ്രിക. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ശിവഭാവനി. ശിവഭാവനി ഭൂഷൻ്റെ രചനയാണ്. അടുത്ത ചോദ്യം, ഭൂഷൺ രീതികാൽ के किस प्रकार के सर्वश्रेष्ठ कवि माने जाते हैं? ऑप्शंस भक्ति, उदात्त प्रेम, രീതിമുക്ത, വീരരസ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് വീരരസാണ്. ഭൂഷൻ്റെ പ്രമുഖ രചനകളാണ് ശിവരാജ് ഭൂഷൺ, ശിവഭാവനി, ഛത്രസാൽ ദശക് എന്നിവയൊക്കെ. അടുത്ത ചോദ്യം, കച്ചുവാ ധനം കിസ്കി രചന ഹെ? ഓപ്ഷൻസ് ചന്ദ്രധർ ശർമ്മ ഗുലേരി, ഡോക്ടർ ശ്യാം സുന്ദർ ദാസ്, അധ്യാപക് പൂർണ്ണ സിംഗ്, മഹാവീർ പ്രസാദ് ദ്വിവേദി. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ചന്ദ്രധർ ശർമ്മ ഗുലേരി.
ഇത് അദ്ദേഹത്തിൻ്റെ നിബന്ധമാണ്. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.